ഫുട്ബോൾ ടൂർണമെന്റിൽ സൂപ്പർ സ്റ്റുഡിയോയുടെ മത്സരത്തിനിടെ മലപ്പുറം സ്വദേശിയായ റഫറിക്ക് ക്രൂരമർദ്ദനം. കാസർഗോഡ് കാഞ്ഞങ്ങാട്ട് നടന്ന K7 അഖിലേന്ത്യാ ഫുട്ബോൾ മത്സരത്തിനിടെയാണ് റഫറി AK മുഹമ്മദ് റിഷാലിനെ സൂപ്പർ സ്റ്റുഡിയോ താരങ്ങൾ മർദ്ദിച്ചത്. പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല എന്ന് മുഹമ്മദ് റിഷാൽ പറഞ്ഞു. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, എന്താണ് മുഹമ്മദ് റിഷാലിന്റെ പരാതി? ഈ കാസർഗോഡ് കാഞ്ഞങ്ങാട് നടന്ന K7 അഖിലേന്ത്യാ ഫുട്ബോൾ മത്സരത്തിനിടെയാണ് ഈ വള്ളിക്കുന്ന് സ്വദേശിയായ റിഷാലിന് മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏപ്രിൽ 16-ന് ഈ KMG മാവൂരും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം തമ്മിൽ നടന്ന മത്സരത്തിനിടെ ആണ് ഈ മർദ്ദനം റിഷാലിന് ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സൂപ്പർ സ്റ്റുഡിയോക്കെതിരെ അദ്ദേഹം ഫൗൾ വിളിച്ചിരുന്നു. ഈ ഫൗൾ വിളിച്ചതിന് പിന്നാലെ ഈ സൂപ്പർ സ്റ്റുഡിയോയുടെ താരങ്ങൾ ഈ റഫറി റിഷാലിനെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളിലും അത് വ്യക്തമാണ്. ഈ നെഞ്ചിനും കഴുത്തിനും ഒപ്പം തന്നെ വയറിനും ഒക്കെ തന്നെ ക്രൂരമായി മർദ്ദനമേൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. അതിന് പിന്നാലെയാണ് ആശുപത്രിയിൽ നിന്നും ഈ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്റിമേഷൻ പോകുന്നു. പിന്നാലെ പോലീസ് മൊഴിയൊക്കെ എടുത്തെങ്കിൽ കൃത്യമായി കേസെടുക്കുന്നില്ല, അന്വേഷണം നടത്തുന്നില്ല എന്നതാണ് റിഷാൽ പരാതിയായി ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഈ പരാതി നൽകിയതിനെ തുടർന്ന് റിഷാലിനെ ഈ റഫറി നിർത്തുന്ന സംഭവത്തിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ള ഒരു പരാതിയും ഈ റിഷാൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. സംഭവത്തിൽ കൃത്യമായ നടപടി കുറ്റക്കാർക്കെതിരെ വേണമെന്നുള്ളതാണ് റഫറിക്ക് ക്രൂരമർദ്ദനം, പക്ഷേ പരാതി കൊടുത്തിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി.